9,000 കോടി രൂപയ്ക്ക് മുകളിലാണ് കെ സ്മാർട്ട് സിസ്റ്റത്തിലൂടെ സർക്കാർ ഖജനാവിലേക്ക് എത്തിയ റവന്യൂ. പണമിടപാടുകളിലും ബജറ്റിംഗിലും ഡിജിറ്റലൈസേഷൻ വന്നത് മാനിപ്പുലേഷനുകൾ കുറച്ചു. ഒരിക്കലും സിസ്റ്റം ഡ്രിവൺ ആകാൻ സാധിക്കില്ല എന്ന് കരുതിയ തദ്ദേശഭരണ സംവിധാനത്തെയാണ് ഡിജിറ്റലൈസേഷനിലൂടെ സർക്കാർ സർവീസുകൾ ലളിതവും കാര്യക്ഷമവുമാക്കിയിരിക്കുന്നത്. ഓരോരോ അപേക്ഷകളിൽ അപേക്ഷകനിൽ നിന്ന് വാങ്ങുന്ന പണത്തിൽ കൃത്രിമം കാണിച്ച് ഖജനാവിന് നഷ്ടം വരുന്ന നിരവധി പഴുതുകൾ നമ്മുടെ സിസ്റ്റത്തിലുണ്ടായിരുന്നു. പഞ്ചായത്ത് ഓഫീസുകളിലും മറ്റും പോയിരിക്കുന്നവർക്കറിയാം. അതെല്ലാം ഒരു പരിധിവരെ കെ സ്മാർട്ടിലൂടെ അവസാനിച്ചിരിക്കുന്നു. ഒരു സർട്ടിഫിക്കറ്റിനായി ദിവസങ്ങളോളം സർക്കാർ ഓഫീസ് കയറണ്ടാത്ത, ക്യൂ നിന്ന് മടുക്കേണ്ടി വരാത്ത, ഉദ്യോഗസ്ഥന്റെ കാരുണ്യത്തിന് കാത്തു നിൽക്കേണ്ടി വരാത്ത, പൗരന്റെ അവകാശത്തിനായി കെഞ്ചേണ്ടി വരാത്ത, അന്തസ് അനുഭവിക്കാൻ കഴിയുന്ന വിധം സാഹചര്യമൊരുക്കുന്ന ഒരു മാറ്റം നാട്ടിലുണ്ടാക്കാനായാൽ, അതിന് തുടക്കമിടാനായാൽ, അതാണ് റിയൽ ഗവേണൻസ്. വേഗത്തിലും ലളിതമായും സുതാര്യമായും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാഹചര്യം സർക്കാർ ഉണ്ടാക്കിയാൽ അതാണ് വികസനം. ഏത് രാഷ്ട്രീയ വിരോധത്തിനിടയിലും പ്രത്യയശാസ്ത്ര ആശയ വ്യത്യാസത്തിനിടയിലും ഒരു സത്യം ശക്തമായി നിൽക്കും: ഒരു ഭരണനിർവഹണ സംവിധാനം മനുഷ്യത്വപരമായും കാര്യക്ഷമമായും ഇടപെട്ടു തുടങ്ങുമ്പോൾ വികസനം എന്നത് ജനങ്ങൾക്ക് രാഷ്ട്രീയത്തിന് അതീതമാകും. അത് മാനവികമായി മാറും.